ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട 7 തരം ഹൗസ് ഹോൾഡ് കോഴ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്, ചേച്ചി ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഏതെല്ലാം ജോലികൾ ചെയ്യണം, ഏതെല്ലാം ചെയ്യേണ്ട എന്നതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. ഒരുപാട് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതെല്ലാം കൂടി അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞിട്ട് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ ബെഡ് റെസ്റ്റ് എടുക്കണോ, അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കണോ, വീട്ടിൽ കുക്ക് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പല വിചാരവും പലർക്കും ഉണ്ട്. പ്രഗ്നൻസി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇൽനെസ് അല്ല, അതായത് നമ്മൾ ഒരുപാട് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല പ്രഗ്നൻസി എന്ന് പറയുന്നത്. പക്ഷേ ചില ആളുകൾക്ക് പ്രീവിയസ് മിസ്കാരേജ് ഹിസ്റ്ററീസ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ അവരുടെ ബോഡി ഓൾറെഡി വീക്ക് ആയിട്ടുള്ള ആളുകൾക്ക് ഡോക്ടേഴ്സ് പറയും നിങ്ങൾ 9 months ഫുൾ ആയിട്ട് ബെഡ് റെസ്റ്റ് എടുക്കാനായിട്ട് പറയും. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക്, ഫസ്റ്റ് ടൈം പ്രഗ്നൻസി നോക്കുന്നവർക്കൊക്കെ ചെറിയ ജോലികളൊക്കെ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ പ്രഗ്നൻസി നമുക്കവിടെ പോസിറ്റീവ് ആകുന്നത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു ടൈം മുതലാണ്. അപ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തെ ആ ടൈം മുതൽ തന്നെ നമ്മൾ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ് നമ്മൾക്ക് വരുന്നത് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ജോലികളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ജോലികളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത്, നമ്മൾ എവിടെയെങ്കിലും ഉയരത്തിൽ കയറി നിന്നിട്ട് എന്തെങ്കിലും ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം എങ്ങി നിന്നിട്ട് ജോലികൾ ചെയ്യുക. ഉയരത്തിൽ കയറി നിന്ന് നമ്മളിപ്പോൾ ഫാനിൻ്റെ പൊടി അടിക്കുക, ഏതെങ്കിലും ഒരു സ്റ്റൂളിൻ്റെ മേളിൽ കയറിയിട്ട് ഫാനിൻ്റെ പൊടി അടിക്കുക, അല്ലെങ്കിൽ കിച്ചൺ സ്ലാബിൽ കയറിയിട്ട് എന്തെങ്കിലും പാത്രങ്ങൾ തട്ടിൻ്റെ മേളിൽ നിന്നോ മറ്റോ എടുത്ത് താഴെ വയ്ക്കുക, അല്ലെങ്കിൽ എങ്ങി നിന്നിട്ട് മറ്റു മാറാലകളൊക്കെ അടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതെല്ലാം ചെയ്യരുത് എന്ന് പറയുന്നത്, ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ശരീരത്തിൽ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോഴേക്കും നമുക്ക് HCG ഹോർമോണും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ആകാറുണ്ട്. ഇത് രണ്ടും നമുക്ക് ടയർഡ്നെസ് കൂടുതലായിട്ട് ഉണ്ടാക്കി തരുന്നതിന് കാരണമാവുന്നുണ്ട്. എക്സ്ട്രീം ആയിട്ടുള്ള ടയർഡ്നെസ് വരുമ്പോഴേക്കും നമുക്ക് ഫെയിൻറ്റിങ് അഥവാ തലകറങ്ങി വീഴൽ കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഹൈറ്റ്സിൽ നിന്നൊക്കെ തലകറങ്ങിയൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളിൽ മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചിലർക്ക് ആ ഒരു വീഴുന്നതിൻ്റെ ആഘാതം എത്രത്തോളമാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ജോലികൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമതായിട്ട്, വെയിറ്റ് ലോസ് എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. വെയിറ്റ് ലോസ് എക്സസൈസ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ചില ആളുകൾ നമ്മുടെ ലോവർ അബ്ഡമൻ പോർഷനിൽ കൂടുതലായിട്ട് വെയിറ്റ് കൊടുത്തിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അതുപോലെ വെയിറ്റ് ലോസ് എക്സസൈസ് ചെയ്യുന്നവർ ഓവറായിട്ട് ടയേർഡ് ആവാറുണ്ട്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് വെയിറ്റ് ലോസ് എക്സസൈസ് അല്ല, ഫെർട്ടിലിറ്റി എക്സസൈസുകളാണ്. ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കേണ്ടത് നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ്, നമ്മുടെ യൂട്രസ്, നമ്മുടെ ഓവറീസ് ഇതിലോട്ടൊക്കെ ആയിരിക്കണം, അതുപോലെ നമ്മളുടെ സർവീക്സ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ അത് അബോർഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ വെയിറ്റ് ലോസ് എക്സസൈസുകൾ നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തിന് മുൻപായിട്ട് ചെയ്ത് തുടങ്ങുക. അതൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ വെയിറ്റ് പ്രോപ്പറായി ക്രമീകരിച്ചതിന് ശേഷം പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതായിരിക്കും പ്രഗ്നൻസി സമയത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് കേട്ടോ. ചില ആളുകൾ ഓൾറെഡി ഓവർ വെയിറ്റ് ആയതിനു ശേഷം അത് റിഡ്യൂസ് ചെയ്യാതെ പ്രഗ്നൻസി നോക്കുന്നവരുണ്ട്. അങ്ങനെ നോക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് കുറേയും കൂടി ഒരു 10 to 14 kg, അതായത് 14 കിലോ വരെ വെയിറ്റ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും അവർക്ക് പ്രീക്ലാംസി ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. എല്ലാവർക്കും അങ്ങനെയല്ല, പക്ഷേ അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് ഈ മാസം മുതൽ പ്രഗ്നൻസി നോക്കാമെന്ന് രണ്ടുപേരും മ്യൂച്വലായി ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും മുൻപ് മുതൽ തന്നെ നിങ്ങൾ വെയിറ്റ് ലോസിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുക കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് എക്സസൈസുകൾ അവോയ്ഡ് ചെയ്യുക. ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ ആ സമയത്ത് വെയിറ്റ് ലോസ് എക്സസൈസ് ഒന്ന് മാറി ഒരുപാട് ടയേർഡ് ആകാത്ത രീതിക്കുള്ള എക്സസൈസുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട്, ഒരുപാട് കുമ്പിട്ട് നിവർന്നുള്ള ജോലികൾ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. കുമ്പിട്ട് നിവർന്നിപ്പോൾ നമ്മൾ ജോലികൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ തുടക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുറ്റമൊക്കെ അടിച്ച് വരുന്നവരുണ്ടെങ്കിൽ ഒരുപാട് കുമ്പിട്ട് നിവർന്ന് നമ്മൾ ചെയ്യുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഫോഴ്സും പ്രഷറും നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ലോവർ അബ്ഡമൻ പോർഷൻ ആയിരിക്കും. ലോവർ അബ്ഡമൻ പോർഷനെ ഏകദേശം ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഏറെക്കുറെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതെ കൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. ഉപകാരം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവം ഒന്നും ചെയ്യാതിരിക്കുക. അതുകൊണ്ട് ഒരുപാട് കുമ്പിട്ട് നിവർന്നുള്ള ജോലികൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് അടിച്ചു വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് അടിച്ചു വാരി ഒന്ന് റിലാക്സ് ആയിട്ട് പിന്നെ നിങ്ങളുടെ ജോലികൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ശരീരം ഓവറായിട്ട് ടയേർഡ് ആകുന്ന തരത്തിലുള്ള ജോലികൾ നിങ്ങൾ ചെയ്യാനേ പാടില്ല കേട്ടോ. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്,
അലക്കുക. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം അലക്കാവോ, എങ്ങനെയൊക്കെയാണ് തുണികൾ അലക്കേണ്ടതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ ബെഡ്ഷീറ്റ് എടുത്ത് നനച്ച് വെച്ചിട്ട് അലക്കുക. അതുപോലെ ഹസ്ബൻഡിൻ്റെ ജീൻസ്, ഇതെല്ലാം കട്ടിയുള്ള ഐറ്റംസ് ആണ്. ഇത് വെള്ളത്തിൽ കുതിർന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി അതിന് കട്ടി കൂടും. അത് നമ്മൾ മുക്കി പിഴിഞ്ഞ് ഇട്ടടിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ കുറയ്ക്കുക. നമ്മളിങ്ങനെ പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ പ്രഷർ കൊടുക്കുന്നത് നിങ്ങളുടെ അടിവയറിൻ്റെ ഭാഗത്തും കൂടിയാണ്. നമ്മുടെ അടിവയറിലാണല്ലോ നമ്മുടെ യൂട്രസ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ആ സമയത്ത് ഒരുപാട് പ്രഷർ ലോവർ അബ്ഡമന് കൊടുക്കാതിരിക്കുക. കഴിവതും ഈ സമയത്ത് നിങ്ങൾ ഈ മുക്കിപ്പിഴിയൽ, വെയിറ്റുള്ള തുണികൾ മുക്കിപ്പിഴിയുന്നത് നിങ്ങൾ കുറയ്ക്കുക. കഴിവതും വാഷിംഗ് മെഷീനിൽ ഇടുക, അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ കഴിയട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുക. ഓവുലേഷൻ സമയത്താണെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഹെൽപ്പ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എടുക്കുക. അതാണ് നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പിന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ് ഒരുപാട് വെയിറ്റ് എടുക്കാതിരിക്കുക. ബക്കറ്റിൽ ഒരുപാട് വെള്ളവും തുണിയും ഒക്കെ കൊണ്ട് മേളിലോട്ട് കയറുന്ന ആളുകളുണ്ട്. ഒറ്റ ഇതിന് പോയി കഴിഞ്ഞാൽ പണി വേഗം തീരുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് ചിലപ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളവും ഒരു ബക്കറ്റിൽ തുണിയായിട്ടായിരിക്കും പലരും പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ മൂത്തൊരു കുട്ടി ഉണ്ടെങ്കിൽ കുഞ്ഞിനെ എടുത്ത് ഒക്കത്ത് വെച്ചിട്ട് അടുത്ത ബക്കറ്റിൽ തുണിയും വെള്ളവും കൊണ്ട് പോകുന്ന ആളുകളും ഉണ്ട്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. അത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ഫോഴ്സും പ്രഷറും ഒക്കെ വരുന്നത് ലോവർ അബ്ഡമൻ പോർഷൻ ആയിരിക്കും. അങ്ങനെ വരുമ്പോഴേക്കും പലർക്കും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിന് അത് കാരണമാകും. ഇത് പറയുന്ന സമയത്ത് പലരും ചിലപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അമ്മയും അല്ലെങ്കിൽ എൻ്റെ ചേച്ചിയും അല്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയും ഞാനിതൊക്കെ ചെയ്തിട്ട് എനിക്ക് കിട്ടിയല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് പലർക്കും ശരീരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുപോലെ ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നവർക്ക് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ശരീരത്തിന് ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ അല്ലാത്ത ആളുകൾ, അതായത് ന്യൂലി മാരീഡ് ആയിട്ടുള്ള ആളുകൾ, പെട്ടെന്ന് ഈ മാസം ഞങ്ങൾ പ്രഗ്നൻസി നോക്കി തുടങ്ങുന്നേ ഉള്ളൂ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതെല്ലാം അത്രയും കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. പക്ഷെ ഒരുപാട് നാളുകളായിട്ട് നോക്കുന്നവർക്കൊക്കെ ഇത് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് ഫോളോ നിങ്ങൾ ചെയ്യണം കേട്ടോ. ആറാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. ചില ആളുകൾ ഇപ്പോൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്നതിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്റ്റെപ്പ് ക്ലീൻ ചെയ്യുന്നതിനൊക്കെ ആണെങ്കിലും കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്. ബ്ലീച്ച്, അതുപോലെ ഭയങ്കരമായിട്ട് സ്മെല്ലുള്ള തരത്തിലുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുന്നവരുണ്ട്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. ഒരുപാട് കെമിക്കൽസ് നമ്മൾ മൂക്കിലോട്ട് ഇങ്ങനെ വലിച്ചങ്ങോട്ട് കയറ്റുമ്പോഴേക്കും അത് നേരെ നമ്മുടെ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലോട്ടല്ലേ പോകുന്നത്. അപ്പോൾ പലർക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തൊക്കെ അത് ഫെയിൽ ആകാനായിട്ട് ഇത് കാരണമാകുന്നു. അതുപോലെ നിങ്ങളിപ്പോൾ റൂമിലാണെങ്കിലും ഒരുപാട് എയർ ഫ്രഷ്നർ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ കാറിലാണെങ്കിലും എയർ ഫ്രഷ്നർ കൂടുതലായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതും യൂസ് ചെയ്യുന്നതും കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു സ്മെല്ലിൽ തന്നെ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ആ കെമിക്കൽസ് നിങ്ങളുടെ ഉള്ളിൽ പോയിട്ട് കുഞ്ഞിനും ഓരോ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ശരീരത്തിൽ ഈ ഒരു ഓക്സിജൻ വേണമല്ലോ. അപ്പോൾ കുഞ്ഞിലോട്ടും ഇതെത്തുന്നതിനും ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാകുന്നതിനും മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും ഒക്കെ അത് കാരണമാകുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏഴാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാതിരിക്കുക. ഒരുപാട് ആളുകൾ ഇപ്പോൾ വീട്ടിലുള്ള എന്തെങ്കിലും പൊടികളാണെങ്കിലും ഒക്കെ പ്ലാസ്റ്റിക് ടിന്നിൽ ഇട്ടടച്ച് വെക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിൽ ഫുഡ് കൊണ്ടുപോകുന്നവരുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെള്ളം കുടിക്കുന്നവരുണ്ട്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ ഏത് തരത്തിലുള്ള പ്ലാസ്റ്റിക് ആണെങ്കിലും നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഈ പ്ലാസ്റ്റിക്കിൽ കുറേ അധികം നാളിപ്പോൾ മല്ലിപ്പൊടി, നമ്മുടെ മുളക് പൊടി, നമ്മുടെ കടുക്, ഇതെല്ലാം നമ്മൾ ഇതിനകത്തിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോഴേക്കും ഈ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള പല ഐറ്റംസും ഈ ഐറ്റംസിൽ ഈ ഭക്ഷണത്തിലോട്ടും അല്ലെങ്കിൽ ഈ പൊടികളിലോട്ടും എത്താനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴേക്കും ഈ പ്ലാസ്റ്റിക് നമ്മുടെ ശരീരത്തിലോട്ടും എത്തും. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പോകുന്നത് പലർക്കും ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവുന്നുവെന്ന് പഠനങ്ങൾ നടത്തി തെളിയിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതും നിങ്ങൾ ഈ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ 7 കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയം മുതൽ തന്നെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങുക. ഇതല്ലാതെ നിങ്ങൾ ഒരുപാട് സമയം ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടയേർഡ് ആകുന്നുണ്ടെങ്കിൽ, ചില ആളുകൾ ഇപ്പോൾ രാവിലെ വീട്ടിലെ പണികൾ ഒരു 8 മണി മുതൽ ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ തീർന്നിട്ടേ റെസ്റ്റ് എടുക്കുള്ളൂ. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം നമ്മളെ ബോഡി ടയേർഡ് ആകുന്നുണ്ടെങ്കിൽ ബോഡിക്ക് റെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ജോലി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള തളർച്ചകളോ ബുദ്ധിമുട്ടുകളോ തലയിറങ്ങി വീഴാനൊക്കെ ആയിട്ടുള്ള ചാൻസസ് കൂടുതലായിരിക്കും കേട്ടോ.
അതുപോലെ എനിക്ക് പ്രഗ്നൻസി ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ആ സമയം മുതൽ തന്നെ നിങ്ങൾ ബെഡ് റെസ്റ്റ് എടുക്കാനായിട്ട് പാടില്ല. കുറച്ചെങ്കിലും നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കണം. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഫുള്ളായിട്ട് ഫോളോ ചെയ്യുന്നതും നല്ലതല്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് നിങ്ങൾ വാക്കിംഗ് ചെയ്യുക, ചെറുതായിട്ട് നിങ്ങൾ വീട്ടുജോലികളൊക്കെ ചെയ്യുക, അടിച്ചു വാരുക, മുറ്റം അടിക്കുക, അലക്കുക, ഇതെല്ലാം നിങ്ങൾ ശരീരത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ. കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് ബ്ലീഡിംഗ് എങ്കിൽ ഈ മാസം ഒരു 5-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ 1-ാം തീയതിയെ ഡേ 1 ആയിട്ട് എടുത്തിട്ട് 5-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണിയെടുത്ത് പറയുക. അതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.